ലോക 9:30 ഷോ വനിതയിലാണ് കണ്ടത്. വനിതയിൽ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ലുലുവിലേക്ക് വരികയായിരുന്നു, കാരണം അടുത്ത ഹൃദയപൂർവ്വം കാണണം. അപ്പോൾ ഈ ലോക്കയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ മലയാളത്തിൽ ഈ ഒരു ജോണറിൽ ഇതിന് മുമ്പ് ഒരു പടം ഇറങ്ങിയിട്ടില്ല. അതായത് ഈ ഒരു ജോണറിൽ ആദ്യത്തെ പടമാണ്. ഇതിന്റെ മേക്കേഴ്സ് ആക്ച്വലി ഇതിന്റെ ഏതാണ് ജോണർ എന്ന് പോലും പറയാനുണ്ട്. ആക്ച്വലി എന്താണെന്നുള്ളത് ശരിക്ക് റിവീൽ ചെയ്യാണ്ടാണ് ഈ പടം ഇറക്കിയിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു ജോണർ എന്താണെന്നത് റിവീൽ ആവുന്നതെല്ലാം ഒരു ഇന്റർവെൽ ആ ടൈമിലൂടെയാണ്. അതുവരെ ആ ഒരു മിസ്റ്ററി മൂഡ് അത് കറക്റ്റായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അവർക്ക് പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി നമ്മൾ ഏറ്റവും കൂടുതലും ഏഷ്യൻ പടങ്ങളിലൊക്കെ കാണുന്ന ഒരുപാട് നിയോൺ ലൈറ്റ്സ്, പിന്നെ റോഡ് മുഴുവൻ ഇങ്ങനെ വെട്ടായി കിടക്കുന്ന രീതിയിലേക്കുള്ള ആ ഒരു രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു മൂഡി അറ്റ്മോസ്ഫിയർ ഒക്കെ നൽകി നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് പടത്തിൻ്റെത് ഇതിൻ്റെ. അപ്പോൾ ആക്ച്വലി ഈ പടത്തിൻ്റെ ജോണർ എന്താണെന്നോ അല്ലെങ്കിൽ ക്യാരക്ടർ എക്സ്പോസിഷൻ, ക്യാരക്ടർ ഡയമെൻഷനൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതൊരു സ്പോയിലറായിട്ട് മാറും എന്നെനിക്ക് നല്ലതോളം അറിയാം. ഇതൊരു ഫ്രഷ് ആയിട്ട് തന്നെ ഈ പടം കാണും. എത്രയും വേഗം തിയേറ്ററിൽ പോയി കാണാമോ അത്രയും വേഗം തന്നെ പോയി കാണും. ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പടത്തിന്റെ ജോണർ എന്ന് പറയുന്നത് തന്നെ ആ ഏത് ജോണറാണെന്ന് വരെ അവർ പ്രോപ്പറായിട്ട് അവർ റിവീൽ ചെയ്യാണ്ട് വന്നിരിക്കുകയാണ്. അതിൽ തന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. പിന്നെ ഇതിൽ വരുന്ന ക്യാമിയോസ്, ഈ ക്യാമിയോസ് ആയിട്ട് വരുന്ന ആളുകൾ ആരാണ്, അവരുടെ ക്യാരക്ടർ എന്താണ്, ഇനി ഇതൊരു യൂണിവേഴ്സാണ് അറിയാലോ. അപ്പോൾ ഈ യൂണിവേഴ്സിൽ ഇനി വരുന്ന പടങ്ങൾ ഏത് സ്വഭാവത്തിലുള്ള പടങ്ങളാണ്, ഏത് ജോണറിൽ വരുന്ന പടങ്ങളാണ് എന്നൊക്കെയുള്ള ഒരുപാട് ക്യൂരിയോസിറ്റി വരുന്ന ഒരുപാട് സർപ്രൈസ്ഡ് ആയിട്ടുള്ള കുറേ എലമെന്റ്സ് ഈ പടത്തിലുണ്ട്. അപ്പം അതെല്ലാം മിസ്സാവാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഈ പടം പോയി കാണുക. ആക്ച്വലി ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ. കാരണം ഈ പടത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് പറഞ്ഞാലും അത് സ്പോയിലർ ആവുമെന്ന് എനിക്ക് വളരെ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പടത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല. ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഫ്ലാറ്റ് റേഷ്യോ പടമാണ്. അപ്പോൾ ആ രീതിയിലുള്ള സിനിമാറ്റോഗ്രാഫി നമ്മൾ ഏറ്റവും ഒരുപാട് നമ്മൾ ഏഷ്യൻ പടങ്ങളിലൊക്കെ കണ്ടിരിക്കുന്ന പോലത്തെ. അതുപോലെ പിന്നെ ജെയ്ക്സ് ബിജോയുടെ ഗംഭീരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അത് തിയേറ്ററിൽ അറ്റ്മോസ് നല്ല സ്ക്രീനിലൊക്കെ കറക്റ്റായിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ കട്ട്സ്, ചമൻചാക്കോയുടെ കട്ട്സിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. എന്ന് വെച്ചാൽ ഒരുപാട് പോസിറ്റീവ്സ് മാത്രമല്ല, മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. ഇതിൽ ഒരു ആക്ഷൻ സീക്വൻസ് കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുവരാമായിരുന്നു എന്നൊക്കെ. പിന്നെ ഇതിലെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കല്യാണാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ. കല്യാണിൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളതും പുള്ളിക്കൊരു നല്ല ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. ആക്ഷൻ ആണെങ്കിലും ബാക്കിയുള്ള ആ ഒരു ഇമോഷൻ, ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ സംഭവങ്ങളൊക്കെ കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. നസ്ലൻ കൊള്ളാം. നല്ല ഒരു നമ്മൾ ഈ കൊറിയൻ ഡ്രാമകളിലൊക്കെ കാണില്ലേ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ചന്തു പിന്നെ ഇതിനകത്തുള്ള ബാക്കിയുള്ള സാൻഡി മെയിൻ വില്ലനായിട്ട് വരുന്നൊരു ക്യാരക്ടറാണ്. പുള്ളി കൊള്ളാം. നമ്മളെ ലിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ ചോക്ലേറ്റ് കോഫി എന്ന് പറയുന്ന പുള്ളി ഇതിനകത്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ ബോഡി ലാംഗ്വേജും സംഭവങ്ങളൊക്കെ കൊള്ളായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ലൊരു പടം. അതായത് നമുക്ക് കോമഡി ഉണ്ട്, അത്യാവശ്യം രോമാഞ്ചം ഉണ്ടാക്കുന്ന സംഭവങ്ങളുണ്ട്, നമുക്ക് ക്യൂരിയോസിറ്റി നൽകുന്നുണ്ട്, ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ ക്യാമിയോസ് വരുന്ന ആൾക്കാരുണ്ട്, അവരുടെ ക്യാരക്ടേഴ്സ്, ഇനി അങ്ങോട്ട് യൂണിവേഴ്സ് എന്താകുമെന്നുള്ളൊരു സംഭവം. അങ്ങനെ മൊത്തത്തിൽ കൊള്ളാം ലോക. അതൊരു മലയാളത്തിൽ ഇങ്ങനെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഇതിനെ സപ്പോർട്ട് ചെയ്യണമല്ലോ. ഞാൻ ഹാപ്പിയാണ്, കാരണം ഇങ്ങനത്തുള്ള ജോണറിൽ ഒരുപാട് ജോണറിൽ പടങ്ങൾ ഇനിയും വരണം. അപ്പോൾ ഇതിന്റെ ഈ ഒരു യൂണിവേഴ്സിന്റെ അടുത്ത പടം ഏതാണെന്ന് ഇതിന്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്, പോകരുത്. ഭയങ്കര ക്ലാപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യത്തെ ഒരു സീൻ വരുമ്പോൾ. രണ്ടാമതാണ് നെക്സ്റ്റ് പടം ഏതാണെന്ന് പറയുന്നത്. അതൊക്കെ ഇരുന്ന് കാണുക. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഏതെങ്കിലും തിയേറ്ററിൽ മിസ്സാക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിൻ്റെ ആയിട്ട് വെയിറ്റ് ചെയ്യും.